ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയമാണ്. ഉറപ്പായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ, അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും, അതായത് രണ്ടാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ കേരളത്തിൽ ശക്തമായ വിജയമുണ്ട്. അപ്പോൾ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ പോസിബിൾ ചാൻസ് ഉള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ്. BJP എത്രമാത്രം സീറ്റ് പിടിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും വലിയ ഈ ഭൂരിപക്ഷം ഒന്നും, കാരണം BJP വലിയൊരു ബ്ലോക്കായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതായത് സോണിയാഗാന്ധിയെക്കാളും മുതിർന്ന സ്ഥാനം തന്നെ, മൻമോഹൻ സിംഗ് കഴിഞ്ഞ അടുത്ത സ്ഥാനമാണ് AK ആന്റണി. അയാളെപ്പറ്റി ഞാൻ നേരത്തെ 2 വീഡിയോ ചെയ്തിരുന്നു. ഒരു മൊണ്ണ, ആ മൊണ്ണ എന്ന വാക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നത് പക്കാ മൊണ്ണ. അപ്പം അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കളും പ്രവർത്തകരും ഒക്കെ എന്നെ വിളിച്ച് ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചു. താങ്കളിത് പറഞ്ഞത് നന്നായി, ഞങ്ങളിത് എത്രയോ വർഷം കൊണ്ട് പലരോടും പറയാൻ നോക്കി, ഞങ്ങൾക്കിതിന് കഴിയും, താങ്കളിത് പറയുന്നത് ഇത് ഇയാളൊരു മൊണ്ണയാണ് എന്ന് സീനിയറായിട്ടുള്ള ജൂനിയറായിട്ടുള്ള ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന AK ആന്റണിയെ പറ്റി അറിയാവുന്ന എല്ലാവരും പറഞ്ഞ അയാൾ മൊണ്ണയാണ്. ഓക്കെ, അതവിടെ നീക്കട്ടെ. അപ്പം അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടു കാണും KPCC പ്രസിഡന്റിനെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവം. പിന്നെ രമേശ് ചെന്നിത്തല 2026 ഇലക്ഷനിൽ മുഖ്യമന്ത്രിയായിട്ട് വരണം, അതിനുവേണ്ടി എന്തൊക്കെ ഗെയിമാണ് AK ആന്റണി കളിക്കുന്നത്. അപ്പോൾ പലരുടെയും ധാരണ ഈ AK ആന്റണി എന്ന് പറയുന്ന സ്ഥാനങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ച് മേടിക്കുന്ന ആളല്ല, സ്ഥാനങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ബിംബങ്ങളാണ്. ഞാൻ കൃത്യമായിട്ട് അങ്ങ് പറയാം. അതായത് ഇപ്രാവശ്യം AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാകാൻ വേണ്ടി AK ആന്റണി സോണിയാഗാന്ധിയെ വിളിക്കുന്നു. സോണിയാഗാന്ധി അത് രാഹുൽ ഗാന്ധിയോടും KC വേണുഗോപാലിനോട് പറഞ്ഞിട്ടാണ് AK ആന്റണിയെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കുന്നത്. ഈ യാഥാർത്ഥ്യം എത്ര പേർക്കറിയും? അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി, അയാൾ അങ്ങോട്ട് പോയതാ. പിന്നെ അയാളുടെ മകൻ അനിൽ ആന്റണിയെ പറ്റി എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം AK ആന്റണി തന്നെയാണ് മകനെ BJPയിലോട്ട് പറഞ്ഞു വിട്ടത്. കൃത്യമായിട്ട് ഞാൻ പറയാം. കാരണം AK ആന്റണിക്ക് താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനെ AICCയിൽ കൊണ്ടുവരാൻ വേണ്ടി. അതിന് വേണു സഹായിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ വേണു അത് KC വേണുഗോപാൽ അത് അനുകൂലമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അയാളുടെ മകന് വേറെ അതിൻ്റെ അകത്ത് പൊളിറ്റിക്കലായിട്ട് യാതൊരു പോസിബിൾ ചാൻസും ഇല്ല. പിന്നെ അയാൾ തന്നെയാണ് പറയുന്നതെന്ന് BJP പോയിക്കോളാൻ. ഉണ്ടാക്കി വെച്ച ചരിത്രം, മോനെ തോൽപ്പിക്കണം, ഇതൊക്കെ ചുമ്മാ ആൾക്കാരുടെ മാറി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാൻ അറിയാൻ സാധിച്ച കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഈ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് നമ്മുടെ ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രവും പൊളിറ്റിക്കൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം കേരള പൊളിറ്റിക്കൽ, അത് വളരെ ഫേമസ് ബുക്കാണ്. അത് വ്യക്തമായിട്ട് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, അത് ചെറിയാനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പറയുന്ന ഇവന്മാരെയൊക്കെ അങ്ങ് ഓപ്പൺ ചെയ്ത് കാണീര്. പുള്ളിയത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ആന്റണിയെ ഈ കേരള കോൺഗ്രസിൻ്റെ പല മുഖ്യമന്ത്രിമാർ ഇവരുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ടല്ലോ, ഈ പറയുന്ന പിണറായി വിജയനുമായിട്ടും, നിങ്ങൾ ഇവരൊക്കെ ഓപ്പൺ ചെയ്ത് പറയും. ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിംബം അങ്ങ് ഉടയുമല്ലോ. മലയാളികൾ ഇതേപോലെ ഒത്തിരി ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ദൈവം, എന്തോ കോപ്പ് ദൈവം. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറിയാൻ ഫിലിപ്പിനെ കേട്ടാണെന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ആ സമയത്ത് പോലും ചെറിയാൻ ഫിലിപ്പുമായിട്ട് ഞാൻ ചെറിയാനോട് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ചെറിയാൻ ഫിലിപ്പുമായിട്ടൊക്കെ ലോഹ്യമായിരുന്ന ആളെന്നെ പിടിച്ച് KSUവിൻ്റെ വല്ല ഭാരവാഹി ആക്കിയപ്പോൾ ഞാൻ അതോട് പെട്ടുപോരാ. ഞാൻ ഈ ഡൽഹിയിൽ പോകത്തില്ലായിരുന്നു. അതാക്കാഞ്ഞത് പിന്നീട് ഞാൻ വളരെ നല്ല, കാരണം അന്ന് ഞങ്ങൾക്ക് വലിയ പരിചയമായി. പിന്നീടാണ് ഞങ്ങൾ പരിചയക്കാരാവുന്നത്. ഇതിനകത്ത് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തെ വീണ്ടും അലങ്കോലമാക്കാൻ വേണ്ടി ആന്റണി തിരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിയെ കാണാൻ പോകുന്നു, മുസ്ലിം ലീഗിൻ്റെ അവിടെ പരിപാടിക്ക് പോകുന്നു,
NSSൻ്റെ പരിപാടിക്ക് വന്നു. എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കണ്ട് രമേശ് ചെന്നിത്തല കരഞ്ഞു പറയുകയാണ് അയാളെ മുഖ്യമന്ത്രിയാക്കാൻ. ഒരു സൈഡിൽ നടക്കുവാണ്. അപ്പം അതിനകത്ത് പ്രോത്സാഹനം കൊടുക്കുന്ന എ കെ ആൻ്റണിക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാൻ. അയാൾക്ക് KC വേണുഗോപാലിനോട് ഭയങ്കര ജലസി. കാരണം ഇയാൾ ഇരുന്ന സ്ഥാനത്തേക്കാളും സീനിയർ പോസ്റ്റാണ് KC വേണുഗോപാൽ വന്നേക്കുന്നത്. അറിയാൻ സാധിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ എ കെ ആൻ്റണിയെ പഴയ സോണിയാഗാന്ധി മൈൻഡ് ചെയ്ത പോലെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. പിന്നെ സോണിയാഗാന്ധിയായിട്ട് അടുപ്പമുണ്ട്. ഈ മറ്റേ രണ്ടുപേരും ഇവർ ഇങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതായാലും ആൻ്റണി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ KC വേണുഗോപാലിനെയും VD സതീശനെയും വെട്ടാൻ വേണ്ടി. VD സതീശൻ ആള് മിടുക്കനാണെങ്കിൽ ഒരു പുങ്കരൻ, എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം താത്ത് വെച്ചിട്ട് ഒരു മര്യാദയുള്ള ഈ അഹങ്കാരം തലയിൽ നിന്ന് പുങ്കരെന്നുള്ള മാറ്റി വെച്ചിട്ട് ഒരു മര്യാദക്കാരൻ ആകുവാണെങ്കിൽ ഈ KB സതീശനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആൻ്റണിയെ. ആൻ്റണി ഏതെങ്കിലും രീതിയിൽ വേണുഗോപാലിനെ വെട്ടാൻ വേണ്ടി നടക്കുക. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പല ആവർത്തി ഈ ചെറിയാൻ ഫിലിപ്പുമായിട്ട് ഞാൻ കണ്ടപ്പം ഞാൻ പല സന്ദർഭങ്ങളിൽ പുള്ളി ഉപദേശിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ടൈമിൽ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പുള്ളി എനിക്കൊരു ഫുൾ ഫ്ലഡ്ജ് ഇൻ്റർവ്യൂ കളിക്കണം. ഞാനത് കവർ ആയിട്ട് ഉപയോഗിച്ചു. AKG ഭവനിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെറിയാൻ ഫിലിപ്പിനെ കാണാൻ കയറി. കാരണം പഴയ KUCക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും പുള്ളി ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഈ അടിമ എന്ന് പറയുന്ന സംഭവമില്ല. പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. പുള്ളിയെ പറ്റി എനിക്കറിയാവുന്ന കാര്യം, ഈ എ കെ ആൻ്റണി എന്ന് പറയുന്ന ഒന്നുമല്ലാത്ത ഈ മൊണ്ണയെ ഈ ആർഷഭാരതത്തിൻ്റെ ആദർശപുത്രൻ എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എഴുത്തിൽ കൂടെയും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞുണ്ടാക്കിയെടുത്തതല്ലേ ഈ ചെറിയാൻ ഫിലിപ്പ. ഏകദേശം ഒരു അയാൾക്കിപ്പോൾ 70-70 വയസ്സായി. ഈ 60 വർഷം, അതായത് 12ാമത്തെ വയസ്സിൽ KSUമായിട്ട് ഇറങ്ങിയതാണ്. അയാൾക്ക് ഇന്ന് വരെ ഒരു പോസ്റ്റ് കൊടുക്കാതെ മൂലയ്ക്കൊരുത്തി നിർത്തിയിട്ട് എ കെ ആൻ്റണി മറ്റുള്ളവരോടൊക്കെ പറയുന്ന സംഭവം എന്തുവാ? എൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ. ഞാൻ അന്നേ ചെറിയാൻ ഫിലിപ്പിനോട് പറഞ്ഞു, നേരത്തെ ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്, ഇയാൾ പക്കാ കള്ളനാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും വലിയ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വൃത്തികെട്ടവനാണ് എ കെ ആൻ്റണി എന്ന് ഞാൻ നേരത്തെ ചെറിയാൻ ഫിലിപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അന്നത് വിശ്വസിച്ചില്ല. ഈ CPMൻ്റെ അകത്ത് പുള്ളി ജോയിൻ ചെയ്തപ്പോൾ അന്ന് ഞാൻ AKG സെൻറ്ററിൽ പുള്ളിയുടെ അവിടെ അപ്പുറത്തായിട്ട് പുള്ളിയുടെ ക്യാമ്പിൽ അന്ന് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാതകമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി ജോയിൻ ചെയ്തത്. കാരണം നിങ്ങൾക്ക് പറ്റിയൊരു പാർട്ടിയേ അല്ല. പിന്നീട് 20 വർഷം കഴിയുമ്പോൾ ചെറിയാന് ബോധം വെച്ചിട്ട് പിന്നെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോഴും ഞാൻ ചെറിയാനോട് പറയുന്നത്, ഈ പറയുന്ന എ കെ ആൻ്റണിയെ നമ്പി നടക്കരുത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും, കാരണം നിങ്ങൾക്ക് 10-70 പുള്ളിക്കിപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിട്ട് 1-2 വർഷമായി, എനിക്ക് തോന്നുന്നത് പുള്ളിക്കിപ്പം ആ രാഷ്ട്രീയത്തിൽ മത്സരിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ യങ് ടർക്സ്, അതായത് A ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കഴിവുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ആ ഗ്രൂപ്പിൻ്റെ പുറകിൽ നിന്ന് കളിച്ച് ഉമ്മൻചാണ്ടിയായിരുന്നു ഫ്രണ്ട് ഫേസ്. അതിനകത്ത് ചെറിയാൻ ഫിലിപ്പിൻ്റെ റോള് ഭയങ്കരമാണ്. ഈ എ കെ ആൻ്റണി എന്ന് പറഞ്ഞ മൊണ്ണെ ഒരു ബിംബമാക്കി ഒരു ആദർശ പുരുഷൻ മണ്ണാങ്കട്ട എന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തതൊക്കെ ഈ ചെറിയാന്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് എഴുത്തും വായനയും എഴുതാനും അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഞാൻ ഈ KSUവിൽ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് അറിയാവുന്ന സംഭവം ഈ വാചകടി സംഭവമൊക്കെ ഉള്ളൂ. വളരെ കുറച്ച് പേർക്ക് ഇത് എഴുത്തും വായനയും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയത്തുള്ളൂ. അതിൻ്റെ ഒരു തെളിവാണ് KSUവിൻ്റെ കുറച്ച് ഭാരവാഹികൾ, നാഷണൽ ഭാരവാഹികൾക്ക് നേരത്തെ ഞാൻ ഈ കോളേജ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവർ കത്ത് എഴുതി കഴിഞ്ഞു ഇംഗ്ലീഷിൽ മുഴുവനും തെറ്റ്, അതുകൊണ്ട് മലയാളത്തിൽ എഴുതുക. ഞാനിത് പറയുന്നത് തമാശയായിട്ട് എടുക്കണ്ട, ഇത് വളരെ കാര്യം. കാരണം അതിനകത്ത് വേറിട്ട് നിന്ന് സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ഒരാളായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. അപ്പം ആ മനുഷ്യനെ ഇത്രയും നാളും ഒരു സ്ഥാനവും അല്ലാതാക്കി വീണ്ടും പാർട്ടി തിരിച്ചു കൊണ്ടുവന്ന്, അപ്പോൾ ആ വൃത്തികെട്ട ഗെയിം, ഞാനീ പറയുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ കാര്യമല്ല, കംപ്ലീറ്റ് ആയിട്ട് ഓൾ ടുഗദർ പറയുമ്പോൾ ഈ അനിൽ ആൻ്റണിയുടെ കാര്യം പറയാം. നമ്മുടെയൊക്കെ ധാരണ, ഞാനും അങ്ങനെ മറ്റേ ബ്രോക്കർ
ഈ പണത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് ഞാനത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ പ്രൊഫസർ PJ കുര്യനായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അത് ഇപ്പോഴും ഡൽഹി വെച്ചുള്ള ബന്ധമാണ്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ പറഞ്ഞ സംഭവം സത്യമാണ്, നിങ്ങൾ ആൻ്റണിയെ മനസ്സിലാക്കണം, അയാളുടെ എത്രമാത്രം കള്ളനാണെന്ന്. ഈ സംഭവം ഉണ്ടായിട്ട് ഈ PJ കുര്യൻ തന്നെയാണ് AK ആൻ്റണിയോട് പോയി പറയുന്നത്. അതായത് അനിൽ ആൻ്റണി ഇന്നയാളിന് 25 ലക്ഷം രൂപ വാങ്ങി. അത് AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്ററായിട്ടിരിക്കുന്നുള്ള സംഭവം. അതായത് AK ആൻ്റണിയോട് പറഞ്ഞിട്ട് അന്ന് മുതൽ AK ആൻ്റണിക്ക് PJ കുര്യനോട് പ്രശ്നം. കാരണം ഇത് തുറന്നു പറഞ്ഞു. കാരണം അപ്പോഴൊരു സംശയം അവിടെ കിടക്കുവാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ AK ആൻ്റണിക്ക് അറിയും. ധരിച്ചു വെച്ചേക്കുന്ന ആൾക്കാരെ ധരിപ്പിച്ചെന്താ വെച്ചിരിക്കുന്നത്? ഭയങ്കര ക്ലീൻ ഇമേജ്. ഇത് നിങ്ങൾ വേണേൽ PJ കുര്യനോട് ചോദിച്ചു. ഞാൻ പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കിയത് അവിടെ വീട്ടിൽ പോയി. അതായത് AK ആൻ്റണിയോട് പറഞ്ഞു, അനിൽ ആൻ്റണി 25 ലക്ഷം, അനിൽ ആൻ്റണിൻ്റെ അമ്മയെ കൂടെ ചേർന്ന് 25 lakhs rupees ഈ പറയുന്ന ഒരാളുടെ അപ്പോയിൻമെൻറ്റ്, ഡിഫൻസിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ്, CBIയുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റിന് വേണ്ടി കൈക്കൂലി വാങ്ങി. AK ആൻ്റണി എവിടെയാണ്? ഡിഫൻസ് മിനിസ്റ്റർ. അത് നടക്കാതെ പോയി. അപ്പം അത് AK ആൻ്റണി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് പിന്നെ അതിനുശേഷം PJ കുര്യനുമായിട്ട് വലിയ ബന്ധമില്ലാതായി പോയത്. ഈ ബന്ധമില്ലാത്ത കാര്യമൊന്നും PJ കുര്യൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്ക് അതൊക്കെ അറിയാം. ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് റിയാലിറ്റിയാണ്. ഇത് എല്ലാ ആൾക്കാരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ പോയി ചോദിച്ചോ ഇതൊക്കെ സത്യമാണോ അല്ലയോ. പിന്നെ മറ്റൊരു പോയിന്റ്, AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയ സമയത്ത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഡിഫൻസ് കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയായിരുന്നു അയാൾ. കോൺഗ്രസ് പാർട്ടി അയാൾ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് വെച്ചു, ഒരു ബിംബമായിട്ട് വെച്ചു. താഴെ സീനിയറായിട്ടുള്ള IAS ഓഫീസേഴ്സ് മുഴുവൻ കോൺഗ്രസിൻ്റെ നോമിനീസാണ്, ഹൈലി കറക്റ്റഡ് ആയിട്ടുള്ളവർ. കാരണം ഇയാൾ ഈ ക്രാപ്പൊന്നും വായിക്കാറൊന്നുമില്ല, എല്ലാം സൈൻ ചെയ്ത് കൊടുക്കും. ഇത് ആൾക്കാരുടെ മുമ്പിൽ ഉണ്ടാക്കി വെക്കുന്ന പടം മാത്രമാണ്. ഈ പടവാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ആ പടവാട് വീണ്ടും നടത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ അറ്റാക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം, ഞാൻ പലപ്പോഴും ചെറിയാൻ ഫിലിപ്പിനോട് പറയുന്നൊരു സംഭവം, നിങ്ങൾ ഈ AK ആൻ്റണിയെ പൊളിച്ചങ്ങ് എഴുതണം. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. ഈ ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി, ഇത് ഓപ്പൺ ജനങ്ങൾ അറിയണം ഈ സംഭവം എന്താണ് സംഭവിക്കുന്നത്. കാരണം ഇതെല്ലാം ഇവിടുത്തെ പത്രങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ബിംബങ്ങളാണ് ഇതൊക്കെ. ആ ബിംബം പൊളിയണം. പൊളിഞ്ഞു കഴിയുമ്പോഴേ യാഥാർത്ഥ്യം അറിയത്തില്ല. അപ്പം ഇതിനകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, അതായത് ഞാൻ ഈ KC വേണുഗോപാലിനെ VD സജി ഞാനിവരെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ഭേദമായിട്ട് കാണുന്ന KC വേണുഗോപാൽ ആണ്. കേപ്പബിളാണ്, അതൊക്കെ റൺ ചെയ്യാൻ അറിയാം, അതിന് സപ്പോർട്ടും ഉണ്ട്. അപ്പം KC വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും വെട്ടാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഇറക്കി വിട്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ആൻ്റണി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇതാണിപ്പം കാണുന്ന കോൺഗ്രസിൻ്റെ. കാരണം നിങ്ങൾ മനസ്സിലാക്കി, ഇവരിപ്പോൾ ഭയങ്കര കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് അടിയും ബഹളമായി. ബേസിക്കലി A ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി. പിന്നെന്ത് ഗ്രൂപ്പ്? രമേശിൻ്റെ ഗ്രൂപ്പും KCയുടെ ഗ്രൂപ്പും. KCയുടെ ഗ്രൂപ്പ് ആരാ നയിക്കുന്നത്? സതീശൻ നയിക്കുന്നു. ഇവർ തമ്മിൽ കണ്ടാൻ വേണ്ടത്തില്ല, അടിയും ബഹളവും പ്രശ്നവും. ഇപ്പോൾ സുധാകരന് പ്രത്യേകിച്ച് റോളും. സുധാകരൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൻ്റെ കാരണം AK ആൻ്റണിയാണ് സുധാകരൻ ഇപ്പോഴും അവിടെ നിർത്തിയേക്കുന്നത്. കാരണം അടുത്ത ആരാണ് പ്രസിഡന്റ്, അത് ചോദ്യങ്ങളാണ്. ഇതിനകത്ത് പറയാൻ പോകുന്ന രസകരമായ സംഭവം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടി ഈ പോക്ക് പോവുകയാണെങ്കിൽ അത് ആൻ്റണിയുടെ ഇടപെടലും മറ്റേ ഇടപെടലും എല്ലാം വെച്ച് പോകും. എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധിക്കുന്നത്. കാരണം അന്യോന്യം ഒരു പാര വെച്ച് തോപ്പിച്ച് നാശമാക്കി ഇതിനെ കുളമാക്കി. എന്താണ് ഹരിയാനയിൽ നടന്ന്, എന്താണ് മഹാരാഷ്ട്രയിൽ നടന്ന്, അതിൻ്റെ മറ്റൊരു മുഖമായിരിക്കും 2026 ഇവർ തമ്മിൽ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ കാണാൻ പോകുന്ന പൂരം.